സൂചോളും വൈഫും കൂടി ഒന്നിച്ചു നിൽക്കുകയാണ്. സൂചോളും ഇപ്പോൾ മുത്തശ്ശന് വേണ്ടി ഒരു സർപ്രൈസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുമുണ്ട്. ആ ഒരു സർപ്രൈസ് ഒക്കെ കണ്ട് മുത്തശ്ശന്റെ ബോധം പോകുമെന്ന സംശയമായിരുന്നു അവനും ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവനാണല്ലോ റിസോർട്ടൊക്കെ പണിയുന്നത്. അത് ക്വീൻസ് ഗ്രൂപ്പിനെ മൊത്തത്തിൽ സഹായിക്കും. ആ ഒരു കാരണം കൊണ്ട് തന്നെ അടുത്ത ക്വീൻസ് ഗ്രൂപ്പിന്റെ അനന്തരാവകാശിയായിട്ട് തന്നെ തന്നെ പ്രഖ്യാപിക്കുമെന്ന് കൂടി അവൻ പറയുന്നു. ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നീയും മോനും റെഡിയായി വരണം. ഞാനും നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് സൂചോളും പോകുന്നു. മുത്തശ്ശന്റെ 80ാമത്തെ പിറന്നാളാഘോഷമൊക്കെ നടക്കുകയാണ്. സൂചോളും അതിന്റെ ഒരു പ്രസംഗമൊക്കെ നടത്തുന്നു. ആ ഒരു സമയത്ത് സെക്യൂരിറ്റി ടീമിന്റെ അടുത്തെത്തുന്ന ഗ്രേസ്കോയും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ക്യാമറാസും ഓഫ് ചെയ്യുകയാണ്. ഡാഹയും ഫോണൊക്കെ ഓഫാക്കിയതിനു ശേഷം നാട് വിട്ടു പോകുവാനുള്ള പ്ലാനിലാണ്. ഇപ്പോൾ ആകട്ടെ സൂചോളം മുത്തശ്ശിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ കാണിക്കാനായിട്ട് പോകുന്നു. അതും അവരുടെ ഒരു അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ വെക്കുവാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു കാർട്ടൂൺ ക്യാരക്ടറാണ്. ആ ഒരു കാർട്ടൂൺ ക്യാരക്ടറും സ്വന്തം മുത്തശ്ശനെയൊക്കെ വിചാരിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒന്നാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് സൂചോളം നിൽക്കുന്നത്. എല്ലാവരും ആ ഒരു ക്യാരക്ടറിനെ കാണുവാനായിട്ട് ആകാംക്ഷയോട് കൂടി തന്നെ നിൽക്കുന്നു. പക്ഷെ ആ ഒരു ക്യാരക്ടറിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ പലർക്കും നാണക്കേടൊക്കെ ആയിരുന്നു തോന്നിയിട്ടുമുണ്ടായിരുന്നത്. അതൊന്നും മനസ്സിലാക്കാതെ ഇത് വലിയ സംഭവമാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സൂചോളും തന്റെ പ്രസംഗമൊക്കെ തുടരുകയാണ്. അച്ഛനും എല്ലാം നിർത്തുന്നുള്ള രീതിയിലൊക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിലും ബെസ്റ്റ് വിഷസ് ഒക്കെ നൽകുന്നതായിട്ടായിരുന്നു സൂചോളും കരുതിയിട്ടുണ്ടായിരുന്നത്. സൂചോളും വീണ്ടും എല്ലാം തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിനിടയിലും ഡാഹായി എത്തിയില്ലല്ലോ എന്നൊക്കെ അവനും ഓർക്കുന്നുണ്ട്. ഹ്യുൻവുവും യോംജയും കൂടി ചേർന്നിട്ട് DNA ടെസ്റ്റിന്റെ റിസൾട്ടിന് വേണ്ടിയുള്ള വെയിറ്റിംഗിലായിരുന്നു ഉണ്ടായിരുന്നത്. റിസൾട്ടും എത്തിയിരിക്കുകയാണ്. ഡാഹൈനെ കാണാത്തത് കൊണ്ട് തന്നെ വീട്ടിലേക്ക് എത്തുന്ന സൂചോളും ഡാഹൈനെ അന്വേഷിക്കുന്നു. പക്ഷെ അവിടെ ആകട്ടെ ഒരു കത്ത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സൂചോളും പിന്നീട് ഡാഹൈനെ അന്വേഷിച്ച് വെളിയിലേക്കൊക്കെ പോകുന്നു. അവിടെയും ആരും തന്നെ ഉണ്ടായിരുന്നുമില്ല. അവളുടെ ഫോണൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ഫോണും ആരും തന്നെ ആൻസർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിലായിട്ട് അവിടെ ഉണ്ടായിരുന്ന സൈക്കിളൊക്കെ എടുത്തുകൊണ്ട് സൂചോളും പോകുവാനായിട്ട് നോക്കുന്നു. അവൻ ഇതുവരെയായിട്ടും സൈക്കിൾ ഓടിക്കുവാനൊന്നും പഠിച്ചിട്ടില്ല. എങ്കിൽ പോലും ഡാഹൈനെയും മകനെയും കാണുവാനുള്ള തിടുക്കത്തിൽ അവനും അറിയാത്ത സൈക്കിളൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നു. ഒടുവിലായിട്ട് ആ ഒരു സൈക്കിളൊക്കെ മറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ സാധിക്കാതെയൊക്കെ സൂചോളം നിൽക്കുമ്പോഴത്തേക്കും എന്റെ കുഞ്ഞിനാകട്ടെ ഞാനൊന്ന് കൊട്ടിക്കൊടുക്കാതെ ഉറങ്ങുവാൻ പോലും സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് സൂചോളം അവിടെ നിന്ന് കരയുകയാണ്. സൂചോൾ പറഞ്ഞത് സത്യം തന്നെ ആയിരുന്നു. ഫ്ലൈറ്റിലിരിക്കുന്ന ഡാഹയും കുഞ്ഞിനെ ഉറക്കുവാനും ഫുഡ് കഴിപ്പിക്കുവാനും നോക്കുന്നുണ്ടെങ്കിൽ പോലും കുഞ്ഞും കരച്ചിലൊന്നും തന്നെ നിർത്തുന്നുണ്ടായിരുന്നില്ല. മുത്തശ്ശൻ സ്യോൽഹിയുടെ ഒപ്പം ഇരുന്ന് ഗെയിമൊക്കെ കളിക്കുകയാണ്. ആ ഒരു സമയത്ത് ബിയോംജ് കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മുത്തശ്ശൻ ആ ഒരു കോളൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഹ്യുൻബുവും മുത്തശ്ശനെ കോൾ ചെയ്യുന്നു. മുത്തശ്ശൻ ആ ഒരു കോളൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും സ്യോൽഹി നിങ്ങളുടെ ഒപ്പം ഉണ്ടെങ്കിൽ മാത്രം ബാക്കി കേൾക്കുക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ മുത്തശ്ശന്റെ അടുത്ത് ഹ്യുനുവും പറഞ്ഞു കൊടുക്കുകയാണ്. സ്യോൽഹിയുടെയും ഉൺസിങ്ങിന്റെയും ഒരു DNA ടെസ്റ്റ് ഒക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലാകട്ടെ 99% അത് മാച്ചിങ് ആയിരുന്നു. മാത്രമല്ല ഉൺസിങ് ഇപ്പോൾ തന്നെ ഡയറക്ടേഴ്സിന് നൽകിയിട്ടുണ്ടായിരുന്ന ഷെയറിൽ നിന്നും 9.6% ഷെയർ ഒക്കെ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ തന്നെ കൺവേർട്ടബിൾ റൈറ്റ്സ് ഒക്കെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ടെന്നായിരുന്നു ഹ്യുൻവുവും നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നേരത്തെ ഡയറക്ടേഴ്സ് പണത്തിന് പകരം ഷെയർസ് ഒക്കെ വെച്ചപ്പോഴത്തേക്കും ആയിരുന്നല്ലോ ആ ഒരു ഷെയർസ് എല്ലാം തന്നെ ഉൺസിങ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഷെയർസ് വെക്കുന്നത് പിൻവലിക്കുകയാണെങ്കിൽ അതിന് പകരമായിട്ട് ഉൺസിങ്ങിന് പണം കൊടുത്ത് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. ആ ഒരു ചാൻസ് ആണ് ഇപ്പോൾ ഹിനു ചോദിച്ചിട്ടുമുള്ളത്. അങ്ങനെയിരിക്കെ ആ ഒരു കോളൊക്കെ കട്ടാക്കിയതിനു ശേഷം സെൽഹി തന്നെ ചതിക്കുകയാണെന്നൊക്കെ മുത്തശ്ശിനെ വിശ്വസിക്കുവാനായിട്ട് പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ഗെയിമിലും സെൽഹി തന്നെയാണ് വിജയിക്കുന്നതും. പക്ഷെ പെട്ടെന്ന് മുത്തശ്ശിന് വയ്യാതെയൊക്കെ ആകുന്നു. സോൽഹിയും ഒരു ചിരിയൊക്കെ ചിരിച്ചതിന് ശേഷം ഞാൻ ഒരു ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റിനുള്ളിൽ അത് നിങ്ങളുടെ ശ്വാസകോശത്തെയൊക്കെ ബാധിക്കും. പിന്നീട് പതിയെ പതിയെ നിങ്ങളും പാരലൈസ്ഡ് ആകും. സോൽഹി അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കുമാണ് ആ ഒരു ഗെയിമിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോൺസിൽ അവൾ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം മുത്തശ്ശനും മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇരിക്കെ മുത്തശ്ശനെ പെട്ടെന്ന് കൊല്ലുവാനായിട്ടൊന്നും ആയിരുന്നില്ല സോൽഹിയുടെ പ്ലാൻ. ഒരു 2-3 മാസം മുത്തശ്ശനെ കിടപ്പിലാക്കിയതിനു ശേഷം കൊല്ലുവാനായിട്ടായിരുന്നു സുൽഹി വിചാരിച്ചിട്ടുമുണ്ടായിരുന്നത്. മുത്തശ്ശൻ ഒരു പേപ്പറിലൊക്കെ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതുവഴി സുൽഹി മുത്തശ്ശന്റെ ഗാർഡിയൻ ആയിട്ട് മാത്രമേ മാറുകയുള്ളൂ. പക്ഷെ മുത്തശ്ശൻ ഒരു കോമയിൽ വല്ലതും കിടക്കുകയാണെങ്കിൽ ആ ഒരു സ്വത്തിന്റെ എല്ലാത്തിന്റെയും അവകാശിയായിട്ട് സുൽഹി മാറുന്നതായിരിക്കും. എന്ത് കാര്യം വേണമെങ്കിലും അവൾക്ക് തീരുമാനിക്കുവാനും കഴിയും. ആ ഒരു തീരുമാനമൊക്കെ എടുക്കുവാനായിട്ടുള്ള ആ ഒരു പവറിന് വേണ്ടിയിട്ടായിരുന്നു അവളും ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. മുത്തശ്ശന്റെ ബോധം പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഹ്യുൻവുവും ബ്യോംജിയും പറഞ്ഞത് സത്യം തന്നെ ആയിരുന്നു. അവരെ വിശ്വസിക്കുന്നതിന് പകരമായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നതെന്ന് കൂടി സുൽഹി ചോദിക്കുന്നു. മുത്തശ്ശനും പണ്ടത്തെ അവരുടെ ആ ഒരു ലൈഫിനെ കുറിച്ചൊക്കെ ഇപ്പോൾ ആലോചിച്ച് നോക്കുകയാണ്.
ഇനി കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് എല്ലാവരും തന്നെ എത്തുമ്പോഴത്തേക്കും സെക്യൂരിറ്റീസ് ആരും തന്നെ അവരെ അകത്തേക്ക് കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ ചെയർമാന്റെ മക്കളാണെന്ന് അവർ പലരും പറയുന്നുണ്ടെങ്കിൽ പോലും മുത്തശ്ശന് പെട്ടെന്നൊരു അറ്റാക്ക് ഒക്കെ വന്നതാണ്. ഇപ്പോഴും ബോധമൊന്നും വന്നിട്ടില്ല. മുത്തശ്ശന്റെ നിലവിലുള്ള ലീഗലായിട്ടുള്ള ഗാർഡിയനാണ് സോൽഹി. മുത്തശ്ശൻ തന്നെ സോൽഹിക്ക് എല്ലാ രീതിയിലുള്ള പവർ ഓഫ് അറ്റോർണിയും നൽകിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇപ്പോൾ അഡ്വക്കേറ്റ്സും അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. മുത്തശ്ശൻ ഇതൊക്കെ എഴുതി സൈൻ ചെയ്യുന്ന വീഡിയോ പോലും അവരുടെ ഒപ്പം ഉണ്ടെന്നും കൂടി പറയുമ്പോഴത്തേക്കും അമ്മയുടെ പോലും ബോധം നഷ്ടപ്പെടുന്നു. ചെയർമാന് സ്വന്തം മക്കളിൽ പോലും ഒട്ടും തന്നെ വിശ്വാസമില്ല. ചെയർമാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു കമ്പനിക്ക് ഇത്രത്തോളം എത്തിച്ചത്. മക്കളും അത് നശിപ്പിക്കുമെന്ന് വിശ്വാസമുള്ളത് കൊണ്ടാണ് എന്റെ പേരിൽ ഇതൊക്കെ എഴുതി തന്നിട്ടുള്ളതെന്നായിരുന്നു സോൽഹിയും പറയുന്നത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശന്റെ ആഗ്രഹപ്രകാരം നിങ്ങളും പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും വ്യോമജയും ആകെ ദേഷ്യപ്പെടുന്നു. നീയും നിന്റെ മകനായിട്ടുള്ള ഉൻസിംഗും കൂടി ചേർന്നിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് മൊത്തത്തിൽ തട്ടിയെടുക്കുവാനായിട്ടുള്ള ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ വ്യോമജ് ചോദിക്കുമ്പോഴത്തേക്കും അവൻ എന്റെ മകൻ തന്നെയാണ്, അതിന് എന്താണ് പ്രശ്നമെന്നൊക്കെ ആയിരുന്നു സോൽഹിയും ചോദിക്കുന്നത്. സോൽഹിയും ഉൻസിംഗും കൂടി ചേർന്ന് എല്ലാവരെയും ചതിക്കുകയാണെന്നുള്ള കാര്യം അവരെല്ലാവരും തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്നതും സൂചോളിന് തന്നെയാണ്. ഇനിയും നിങ്ങൾ മര്യാദയ്ക്കൊന്നും നിന്നില്ല എങ്കിൽ അദ്ദേഹം മരിച്ചാൽ പോലും നിങ്ങളെ ഒരിക്കലും ഞാൻ കാണുവാനായിട്ട് അനുവദിക്കുകയില്ല എന്ന് കൂടി സോൽഹി പറഞ്ഞതിന് ശേഷം പോകുന്നു. ഇനി ന്യൂസുകൾ വഴി പല കാര്യങ്ങളും അറിയിക്കുകയാണ്. ക്വീൻസ് ഫാമിലിക്ക് ക്വീൻസ് ഗ്രൂപ്പിലുള്ള എല്ലാ അധികാരവും നഷ്ടപ്പെട്ടിരിക്കുന്നു. സൂചോളുടെ റിസോർട്ടിലൊക്കെ ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ കമ്പനിക്ക് നേരത്തെ തന്നെ ക്വീൻസ് ഗ്രൂപ്പിൽ കുറച്ച് ഷെയർസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീടാകട്ടെ അവർ കുറച്ചുകൂടി ഷെയർസ് ഒക്കെ സ്വന്തമാക്കി. നേരത്തെ ഹ്യുൻവുവും ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചെയർമാനോട് ചെയ്യണമെന്ന്. അത് ചെയ്യുവാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ കൂടുതൽ ഷെയർസ് ഒക്കെ സ്വന്തമാക്കിയതിനു ശേഷം ഇപ്പോൾ ക്വീൻസ് ഗ്രൂപ്പിന് 31% ഷെയർസ് ഒക്കെ ആ ഒരു ഗ്രൂപ്പിന്റെ പേരിലാണ് ഉള്ളത്. അവരാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡേഴ്സും. ഇപ്പോൾ അതിന്റെ അധികാര കസേരയിലൊക്കെ ഇരിക്കുന്നതും ഉൻസിംഗ് തന്നെയാണ്. മാത്രമല്ല ക്വീൻസ് ഗ്രൂപ്പിലെ ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യം ആർക്ക് തന്നെ അറിയുകയില്ല. അവർക്കും ഒരിടവും വിട്ട് പോകുവാനായിട്ടും സാധിക്കുകയില്ല. സ്വന്തമായിട്ട് ഒന്നും തന്നെ ഇല്ല താനും. ഒരു ദിവസം രാവിലെ അച്ഛൻ കടയിലെത്തി കഴിയുമ്പോഴത്തേക്കും കടയൊക്കെ തുറന്നു കിടക്കുകയായിരുന്നു. കടയ്ക്കകത്ത് ചെല്ലുമ്പോഴത്തേക്കും അവിടെ സ്ഥിരമായിട്ടുള്ള അച്ഛന്റെ 2 ഫ്രണ്ട്സും ഉണ്ട്. എന്തുകൊണ്ടാണ് താനറിയാതെ കടയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അച്ഛൻ അവരോട് ചോദിക്കുമ്പോഴത്തേക്കുമാണ് ഷെയ്ന്റെ ഫാമിലിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ വാർത്ത വഴി ആളുകളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും കാലം പല ആൾക്കാരും ഫ്രീ ആയിട്ടൊക്കെ ആയിരുന്നു അവിടെ നിന്ന് സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പണം എത്ര ചോദിച്ചാലും തിരിച്ചു പോലും അടയ്ക്കുകയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ആകട്ടെ വാർത്തയൊക്കെ കണ്ടതുകൊണ്ട് തന്നെ അവരെല്ലാവരും രാവിലെ മുതൽ വന്ന് ഇതുവരെ കൊടുക്കുവാനുള്ള പണമൊക്കെ കൊടുത്തു തീർത്തിരിക്കുകയാണ്. ആ ഒരു പണമൊക്കെ കളക്ട് ചെയ്യുവാനായിട്ടായിരുന്നു ഇവർ രണ്ടുപേരും രാവിലെ മുതലേ അവിടെ വന്നിട്ടുമുള്ളത്. അച്ഛനും ആകെ വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഫ്രണ്ട്സ് അച്ഛനെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കുകയാണ്. ഒരു വലിയ കൊടുങ്കാറ്റൊക്കെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്തും കൊടുങ്കാറ്റൊക്കെ വരികയാണ് എങ്കിൽ അതിനുശേഷം നമ്മൾ കൃഷി നടത്തി കഴിയുമ്പോഴത്തേക്കും അതൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ ഫിലോസഫിക്കാണ് ഒരാൾ പറയുന്നതും. പക്ഷെ എന്റെ മകന്റെ ഹൃദയമൊക്കെ വല്ലാതെ തകർന്നു പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ വിഷമിച്ച് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് ഒരു വണ്ടിയുമായിട്ട് ഹ്യുൻവു അവിടെ എത്തുന്നത്. ഹിനു അവിടെ എത്തുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ആ ഫാമിലി ആകട്ടെ നിന്നെ പുറത്താക്കിയവരല്ലേ, കർമ്മ എന്ന് പറയുന്നത് ശരിക്കും ഉള്ളതാണ്. അതുകൊണ്ടാണ് അവർക്കും ഇപ്പോൾ വീട്ടിൽ നിന്നും പുറത്താകേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതൊക്കെ അവർ അനുഭവിക്കേണ്ടതാണെന്ന് ചേട്ടനും പറയുകയാണ്. ആ തന്ത്രശാലിയായിട്ടുള്ള കുറുക്കനൊക്കെ മറന്നിട്ട് നീ നിന്റെ ജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ഹെയ്നെ കുറിച്ച് ചേച്ചി പറയുമ്പോഴത്തേക്കും ആയിരുന്നു വണ്ടിയിൽ നിന്നും ഹെയ്ൻ കൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. തന്ത്രശാലിയായ ആ കുറുക്കനും ഇവിടെ എത്തിയിട്ടുണ്ടെന്നൊക്കെ ഹെയ്ൻ സ്വന്തമായിട്ട് പറയുമ്പോഴത്തേക്കും അവൾ മാത്രമല്ല എല്ലാവരും തന്നെ ഇവിടെ ഉണ്ടെന്ന് ഹ്യുനുവും പറയുകയാണ്. അങ്ങനെ ഇരിക്കെ വണ്ടിയിൽ നിന്നും അച്ഛനും ബ്യോംചയും സൂച്ചോളും അമ്മയും കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവരെ എല്ലാവരെയും കാണുമ്പോഴത്തേക്കും ഹ്യുനുവിന്റെ ഫാമിലി ആകെ ഞെട്ടി നിൽക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും ഒടുവിലായിട്ട് ഒരു സീൻ കൂടി കാണിക്കുകയാണ്. ഹെയ്നും ഹിനുവും കൂടി ചേർന്നിട്ട് കടയിലൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴാകട്ടെ അവളുടെ കൂടെ നിൽക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ ഹിനു പറഞ്ഞതിന് ശേഷം ഹെയ്നും ആ കടയിൽ ഇരുന്ന് കരയുകയാണ്. അവൾ കരയുന്നത് കണ്ട് കടയിലെ ചേച്ചിയും അവളുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നു. എന്റെ ഹസ്ബൻഡിന് എന്റെ കൂടെ നിൽക്കണമെന്നാണ് ആഗ്രഹമെന്ന് പറഞ്ഞു. അവനതൊക്കെ പറഞ്ഞത് കേട്ടപ്പോഴത്തേക്കും എനിക്കും ഇപ്പോൾ ജീവിക്കുവാനായിട്ട് തോന്നുകയാണ്. അവന്റെ ഒപ്പം എനിക്കും തിരിച്ചു നിൽക്കുവാനായിട്ട് തോന്നുകയാണെന്നൊക്കെ പറഞ്ഞ് അവളും അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നു. ഹെയ്ന് വീണ്ടും ഹ്യുനുവിന്റെ അടുത്ത് സ്നേഹം തോന്നിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവനു വേണ്ടി ജീവിക്കുവാനായിട്ടും അവൾ തീരുമാനിച്ചിട്ടുള്ളത്.
ആ ഒരു സീനോട് കൂടിയാണ് ഇതിന്റെ 8ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.